ഹായ് മക്കളെ, എല്ലാരും ഇന്നലെ ആയും ആയും പഠിച്ചോ? ഇന്ന് അടുത്ത് നമ്മൾ പഠിക്കാൻ പോണത് എന്താണ്? ഈ ഈ ഈസി ആയിട്ട് പഠിക്കാട്ടോ. പഠിച്ചില്ലേ വേഗം? അതേപോലെ ഈസി ആയിട്ട് നമുക്ക് ഈയും ഈയും പഠിക്കാം. ഇന്നലെ വീട്ടിൽ എല്ലാരും എഴുതി കാണിച്ചോ? ആയും പഠിച്ചു എന്ന് പറഞ്ഞിട്ട്? പഠിച്ചെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ഇന്ന് ഈ ആണ് നമ്മൾ പഠിക്കാൻ പോണത്. ഈസി ആണ്. ആദ്യമേ ഞാനൊന്ന് ഈ എഴുതി കാണിക്കാം. ഇതാണ് ഈ. ഇതാണ് ഈ. ഇതെന്താണ്? ഈ. ഉറക്ക പറഞ്ഞേ. ഈ ഈ. അപ്പൊ ഇത് എഴുതുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമേ ഇങ്ങനെ ഒരു ചുറ്റിക്കെട്ടി മോളോട്ട് പോയി, താഴോട്ട് വന്ന്, മോളോട്ട് പോയി. ഇതാണ് ഈ. ഇതാണ് ഈ. എങ്ങനെയാ നോക്കണേ, എല്ലാവരും ശ്രദ്ധിച്ചോണം. ചുറ്റിക്കെട്ടി ഇങ്ങനെ വന്ന് മുകളോട്ട് കയറി ഇങ്ങനെ എടുത്താൽ എന്തായി? ഈ ആയി. ഇതാണ് ഈ എന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി എല്ലാരും സ്ലേറ്റും പെൻസിലും എടുത്ത് വെച്ചേ. എല്ലാരും സ്ലേറ്റ് എടുത്തേ. എന്തിലാണ് നിങ്ങൾ എഴുതുന്നത്? സ്ലേറ്റിലാണോ ബുക്കിലാണോ എന്തിലാ എഴുതുന്നതെന്ന് വെച്ചാൽ അതെടുത്തേ. എല്ലാരും സ്ലേറ്റും പെൻസിലും ഒക്കെ എടുത്തോ? അപ്പോ ഞാൻ എഴുതുന്ന പോലെ നിങ്ങൾ എഴുതണം കേട്ടോ. ആദ്യമേ എന്താ ചെയ്യുക? ഇങ്ങനെ ഒരു ചുറ്റിക്കെട്ടി വെക്ക. കണ്ടോ? ഇത്രയും ഒന്ന് എഴുതിക്ക എല്ലാരും. ഒരു 0 എഴുതിയോ? എന്നിട്ട് ഇവിടുന്ന് നമ്മൾ ഇവിടുന്നല്ലേ തുടങ്ങിയത്? ഇവിടുന്ന് മോളോട്ടൊന്ന് വരച്ചേ. ഇത്ര ഒന്ന് എഴുതിക്കേ. ഈസി അല്ലേ? അതായത് ഇവിടുന്ന് ചുറ്റിക്കെട്ടി മോളോട്ട് പോയി താഴോട്ട് വന്നു അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യാ? താഴേന്ന് പിന്നെയും അതേപോലെ മുകളിലോട്ട് പോയിട്ട് താഴോട്ട് വരിക. ഇത്ര എഴുതിയില്ലേ? വേഗം എഴുതിക്കേ. എങ്ങനെയാ ഫസ്റ്റ് എഴുതിയത്? ആദ്യമേ ഇവിടുന്ന് ചുറ്റിക്കെട്ടി മുകളിലേക്ക് പോയി, എന്നിട്ട് പിന്നെയും താഴേന്ന് ഒന്നും കൂടെ മുകളിലേക്ക് വന്ന്, എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു വര വരച്ച്. വരയല്ല, എഴുതിക്കേ. ഇവിടെ ഇങ്ങനെ എഴുതിക്കേ. ഈ. കണ്ടോ? ഈ. ഒന്നുകൂടെ കാണിക്കാം. ഇവിടെ ഇങ്ങനെ ചുറ്റി മോളോട്ട് വന്നിട്ട് പിന്നെയും താഴോട്ട് വന്നു. അത് കഴിഞ്ഞ് പിന്നെയും അതേപോലെ മോളോട്ട് പോയിട്ട് താഴോട്ട് വന്ന് ഇങ്ങനെ എഴുതി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്തായി മക്കളെ? ഈ. ഇതെന്താണ്? ഈ എന്നൊരു അക്ഷരമാണ്. അപ്പൊ അമ്മമാരോട് പറയുക, ഇങ്ങനെ ഒരു ഈ എഴുതി തരാൻ പറയുക. എന്നിട്ട് അതിന്റെ മുകളിൽ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു 5ഓ 10ഓ പ്രാവശ്യം ഇങ്ങനെ എഴുതി 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 പഠിച്ചു കഴിഞ്ഞാല് വേഗം മക്കൾക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ. അപ്പൊ ഇതാണ് ഈ എന്ന് പറയുന്നത്. ഒന്നും കൂടെ നമുക്ക് എഴുതി കാണിക്കാം. മക്കള് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇത്ര ഇതായിട്ട് പറയുന്നത് കേട്ടോ. അപ്പൊ ഒന്നും കൂടെ ഈ എഴുതി നോക്കാം. എങ്ങനെയാ ഈ എഴുതുന്നേ? എല്ലാരും എഴുതിക്കോ. കണ്ടോ? ഇങ്ങനെ ചുറ്റി മുകളോട്ട് വന്നിട്ട് താഴോട്ട് വന്നു. അത് കഴിഞ്ഞ് പിന്നെയും മുകളോട്ട് പോയിട്ട് താഴോട്ട് വന്നു അല്ലേ? അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങനെ വരച്ചാൽ എന്തായി? ഈ ആയി. ഒന്നുകൂടെ കാണിക്കാം. കാണുന്നുണ്ടോ? ഈ. ഒന്നും കൂടെ ഈ. ഒരു പ്രാവശ്യം കൂടെ കാണിക്കട്ടെ? നോക്കിയേ, എല്ലാവരും നോക്ക്. ഈ. കണ്ടോ? ചുറ്റിക്കെട്ടി ഈ. കണ്ട? ഈ. ഈസി അല്ലേ മക്കളെ? നോക്കൂ. ഈ. 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 ഇങ്ങനെ അകത്തൂടെ ചുറ്റിക്കെട്ടണം കേട്ടോ. ഈ. ഈ. ഒന്നും കൂടെ ഈ. ഒരു ബുക്ക് എടുത്താൽ ആ പേപ്പർ
പേപ്പർ നിറയെ ഇങ്ങനെ എഴുതി എഴുതി പഠിക്കായി. എന്നിട്ട് ഒരു 10 പ്രാവശ്യം എന്താ ഈ എഴുതിയിട്ട് ഒരു 10 പ്രാവശ്യം താഴെ താഴെ എഴുതി പഠിക്കുക. കണ്ടോ? ഇങ്ങനെ 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 മക്കള് എഴുതി പഠിക്കുക. കണ്ടോ? ഇതാണ് ഈ എല്ലാരും പഠിച്ചോ? എല്ലാവരുടെ സ്ലേറ്റിൽ ഇങ്ങനെ കാണൂലേ? ഈ എഴുതി വെച്ചിട്ടുണ്ടാവൂലേ? അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ആ പഠിച്ചു, ആ പഠിച്ചു, ഈ പഠിച്ചു അല്ലേ? ഇനി നമ്മൾ എന്താ പഠിക്കാൻ പോണത്? ഈ വലിയ സംഭവമൊന്നും അല്ല കേട്ടോ, എളുപ്പം പഠിക്കാം. നമ്മൾ ആ പഠിച്ചില്ലേ എന്ന് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് വേഗം ഈ പഠിക്കാം. അപ്പൊ നമ്മൾ ഈ പഠിച്ചല്ലേ, നീ ഈ പഠിക്കാം. ഈ പഠിക്കാൻ ഒരു പാടുമില്ല കേട്ടോ. നമ്മൾ ഈ പഠിച്ചില്ലേ? ഈ എങ്ങനെയാ നമ്മൾ പഠിച്ചേ? ഈ എങ്ങനെയാ പഠിച്ചേ? ഈ പഠിച്ചല്ലേ? നീ ഇവിടുന്ന് ഇങ്ങനൊരു ചിഹ്നം ഇട്ട് കഴിഞ്ഞാൽ എന്തായി? ഈസി അല്ലേ മക്കളെ? ചിഹ്നമൊക്കെ പഠിപ്പിച്ചു തരാം കേട്ടോ. ഈക്ക് വേറൊരു ചിഹ്നമുണ്ട്, അത് നമ്മള് എഴുതുമ്പോ എഴുതുന്ന ചിഹ്നമാണ് ഈ ഒരു ചിഹ്നം. പക്ഷെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുന്നത് കൊണ്ട് ഞാൻ അതിപ്പോ എന്തായാലും കാണിച്ചു തരുന്നില്ല. നമുക്കത് പിന്നെ കാണാം കേട്ടോ. പിന്നെ നമുക്ക് അമ്മ വരെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് പഠിക്കാം കേട്ടോ. പറഞ്ഞില്ലായിരുന്നോ ഞാൻ അപ്പൊ പഠിപ്പിക്കാമെന്ന്? അപ്പോ നമുക്ക് ചിഹ്നം നമുക്ക് പിന്നെ പഠിക്കാം. ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് ഈ ആണ്. ഈ എങ്ങനെയാണ്? ഈസി അല്ലേ? എങ്ങനെയാ? ഈ എഴുതി ഇവിടുന്ന് ഒരു ചിഹ്നം ഇട്ടു. ഈ ഉറക്കെ പറഞ്ഞേ, ഈ പറഞ്ഞോ? ഈ എങ്ങനെയാ എഴുതുന്നതെന്ന് നമുക്ക് സ്ലോ ആയിട്ട് നോക്കിയാലോ? ഇങ്ങനെ ഒരു ചിഹ്നം ഇട്ട് നമ്മള് ഈ എന്തായാലും നിങ്ങൾ പഠിച്ചല്ലോ. ഇനിയിപ്പൊ ഈ എങ്ങനെയാ പഠിക്കേണ്ടതെന്ന് പറയണ്ടല്ലോ. ഇനി ഇവിടെ എന്താ ജസ്റ്റ് ഇങ്ങനെ ഒരു ചിഹ്നം ഇട്ടാ മതി. ജസ്റ്റ് ഇങ്ങനൊരു ചിഹ്നം ഇട്ടാൽ എന്തായി? ഈ ആയി. ഒന്നുകൂടെ കാണിക്കാം. ഈ ഒന്നും കൂടെ കാണിക്കാം. ഈ ഈസി അല്ലേ മക്കളെ? ഈ ഈ ഈ ഈ ഈ ഈ ഈ കണ്ടോ? അപ്പൊ ഇത് നമ്മുടെ ഡബിൾ 2 വരെ എഴുതുമ്പോ കണ്ടോ, ഇങ്ങനെ എഴുതുമ്പോ ഈസി കൈയക്ഷരം നന്നായിട്ട് വരും കേട്ടോ. ഇതിന് എഴുതാൻ ഒരു പ്രത്യേക ഇതുണ്ട്, അതെന്തായാലും അതും പഠിപ്പിച്ചു തരാം കേട്ടോ. 2 വരയിൽ എങ്ങനെ എഴുതുന്നത് എന്നുള്ളത് പഠിപ്പിച്ചു തരാം. പക്ഷെ നമുക്ക് ആദ്യമേ അക്ഷരങ്ങൾ പഠിക്കാം. ഇതാണ് ഈ. അപ്പൊ നമ്മള് എത്ര അക്ഷരങ്ങൾ പഠിച്ചു? 4 അക്ഷരങ്ങൾ പഠിച്ചു. അപ്പൊ മക്കൾ ഇന്ന് എന്ത് ചെയ്യുക? ഈയും കൂടെ പഠിച്ചിട്ട് എഴുതുക. 4 അക്ഷരങ്ങൾ പഠിച്ച 4 അക്ഷരങ്ങൾ നിങ്ങൾ എഴുതുക. നമ്മൾ ഫസ്റ്റ് തന്നെ അക്ഷരമാ പഠിച്ചത്? ആയ പഠിച്ചത്. നമുക്ക് ആയ ഒന്ന് എഴുതി നോക്കാം. എങ്ങനെയായിരുന്നു ആ എഴുതുന്നത്? ഇങ്ങനെയായിരുന്നു ആ എഴുതിയത് അല്ലേ? ആ നമ്മൾ എഴുതി. രണ്ടാമത്തെ അക്ഷരം ആ പഠിച്ചു. ഇന്ന് പഠിച്ചത് എന്താണ്? ഈ കണ്ടോ? ഈ 4 അക്ഷരങ്ങളും ഹോംവർക്ക് ആയിട്ട് തരുക കേട്ടോ. എല്ലാവരും ഒരു 10 പ്രാവശ്യം എഴുതുക. എങ്ങനെയാണ്? ആ ഈ പിന്നെ ഈ എഴുതാൻ പാടുള്ളവർക്കാണെങ്കിൽ ജസ്റ്റ് ഇതാ ഇങ്ങനെ ഇട്ടിട്ട് ഇവിടെ ഇങ്ങനെ ഒരു കുനിപ്പ് കൊടുത്താൽ മതി കേട്ടോ. ഒന്ന് കാണിച്ചു തരട്ടെ. ഇങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ ഒരു കുനിപ്പ് കൊടുത്താൽ മതി. ഇങ്ങനെ എഴുതാൻ പാടുള്ളവർക്കാ പറയുന്നത്. ഇങ്ങനെ എഴുതുന്നതാണ് കറക്റ്റ്. നിങ്ങൾക്ക് എഴുതാൻ പാടുണ്ടെങ്കിൽ എന്ത് ചെയ്യാ? ഇങ്ങനെ എഴുതിയിട്ട് ഇവിടെ ഒരു കുനിപ്പ് കൊടുത്താല് ഈ ആയി. ഈസി അല്ലേ?
ഈ എഴുതാൻ എന്ത് ചെയ്യുക? നിങ്ങൾ ഫസ്റ്റ് ഇങ്ങനെ ചെയ്തില്ലേ? ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എന്തായി? ഈയൻ. നമ്മൾ എത്ര അക്ഷരങ്ങൾ പഠിച്ചു? ആ പഠിച്ചു, ആ പഠിച്ചു, ഈ പഠിച്ചു, ഈ പഠിച്ചു. നാളെ ഊ ആണ് പഠിക്കുന്നത്. അപ്പോ എല്ലാവരും ഇത് പഠിച്ചിട്ട് കമന്റ് ചെയ്യാട്ടോ. 4 അക്ഷരങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാട്ടോ.